എനിക്കറിയില്ല ഞാനിനിയിപ്പോൾ ഇത് എങ്ങനെ എന്താ പറയുക, ഇത് എത്ര പേരുടെ കയ്യിൽ ഇതുപോലുള്ള വീഡിയോസ് ഉണ്ട്, ഇവരിതുകൊണ്ടൊക്കെ എന്താണ് ചെയ്യാൻ പോകുന്നത്, എത്ര ഇടങ്ങളിൽ ഇവരിതെല്ലാം പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇതൊന്നും എനിക്ക് അറിയില്ല. ഞാനിനി അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയില്ല, എങ്ങനെ ബ്ലോക്ക് ചെയ്യണം എന്നറിയില്ല, ഇതൊക്കെ എങ്ങനെ എന്താ പറയാ, ഐ ഡോണ്ട് നോ. തൻ്റെ കരിയറിനെയും സ്വകാര്യ ജീവിതത്തെയും തകർക്കുന്ന രീതിയിൽ ചില യൂട്യൂബേഴ്സ് നടത്തുന്ന സൈബർ വേട്ടയ്ക്കെതിരെ ഇൻഫ്ലുവൻസറും മിസ് കേരള ഫിറ്റ്നസ് ജേതാവുമായ ബോഡി ബിൽഡർ ആരതി കൃഷ്ണ രംഗത്ത്. പൊതുവേദികളിൽ വസ്ത്രധാരണത്തിലുണ്ടാകുന്ന ചെറിയ അശ്രദ്ധകളെപ്പോലും ലൈംഗിക ചുവയോടെ ക്യാമറയിൽ പകർത്തി പ്രചരിപ്പിക്കുന്നതും തൻ്റെ വാക്കുകളെ വളച്ചൊടിച്ച് ദ്വയാർത്ഥ പ്രയോഗങ്ങളുടെ അപമാനിക്കുന്നതും തന്നെയും കുടുംബത്തെയും വല്ലാതെ വേദനിപ്പിക്കുന്നു എന്ന് നിറകണ്ണുകളോടെ ആരതി പറയുന്നു. കഴിഞ്ഞ ദിവസം പങ്കെടുത്ത ചടങ്ങിൽ കറുത്ത വസ്ത്രമാണ് ധരിച്ചിരുന്നത്. പരിപാടി കഴിഞ്ഞു വന്ന് ചെരുപ്പ് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ കഴുത്ത് പിടിച്ച് നേരെയാക്കാൻ മറന്നുപോയി. ആ സമയത്ത് ചെരുപ്പ് ഇട്ടുകൊണ്ടിരുന്ന സമയമത്രയും എൻ്റെ കഴുത്ത് ഇറങ്ങിക്കിടന്നത് ഫോക്കസ് ചെയ്ത് മുഴുവൻ കവർ ചെയ്ത് പല യൂട്യൂബേഴ്സും വീഡിയോ എടുത്ത് ഇടുകയുണ്ടായി. ഞാൻ ഈ വീഡിയോ ഒന്നും നോക്കാൻ പോകാറില്ല. പക്ഷേ ഇത് കാണുന്ന പലരും എനിക്ക് എടുത്ത് അയച്ചു തരികയുണ്ടായി. ഇത് ഞാൻ മാത്രമല്ല, എൻ്റെ കുടുംബക്കാരും അമ്മയും എനിക്ക് ചുറ്റുമുള്ള ആൾക്കാരും കാണുന്നുണ്ട്. എൻ്റെ അമ്മ ഇത് കണ്ടിട്ട് ഒരുപാട് വിഷമിച്ചിട്ടുണ്ടാകും. ഞാൻ അങ്ങനെ ഒരാളെ അല്ല എന്ന് എൻ്റെ അമ്മയ്ക്ക് വ്യക്തമായി അറിയാം. ഈ വീഡിയോകൾ എത്ര പേരുടെ കയ്യിലുണ്ട്, അവർ ഇതുകൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്, എവിടെയൊക്കെ പോസ്റ്റ് ചെയ്യും എന്നൊന്നും എനിക്കറിയില്ല. ഇനി എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല. ഇതെങ്ങനെ ബ്ലോക്ക് ചെയ്യണമെന്നും അറിയില്ല. എന്തെങ്കിലും കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് പകുതി കട്ട് ചെയ്ത് വേറെന്തോ ആക്കി ലൈംഗിക ചുവയുള്ള രീതിയിൽ ആക്കി തീർക്കാൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ജിമ്മിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ജിം ഇഷ്ടപ്പെട്ടു, അവിടുത്തെ സൗകര്യങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന്. അപ്പോൾ അവർ പറഞ്ഞു, വണ്ടി അയക്കാം, വല്ലപ്പോഴും ഇവിടെ വന്ന് വർക്കൗട്ട് ചെയ്തോളൂ എന്ന്. ഒതുങ്ങി ജീവിക്കുന്ന ഒരാളാണ്. എൻ്റെ ലോകം വിശാലമാക്കാൻ വേണ്ടി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടില്ല. ഇത്രയും മനുഷ്യത്വമില്ലാത്ത ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്നറിയുമ്പോൾ എനിക്കിവിടെ ജീവിക്കാൻ തന്നെ പേടിയാവുകയാണ്. ഇതൊക്കെ വേണ്ടെന്ന് വെച്ചാലോ എന്ന് പോലും തോന്നിപ്പോവുകയാണ്. പക്ഷെ നമ്മൾ ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടും ഞാൻ എവിടെ നിന്ന് വന്നോ അങ്ങോട്ട് തിരിച്ചു പോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്. ദയവ് ചെയ്ത് എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത് എന്നാണ് ആരതി കൃഷ്ണ പറഞ്ഞത്.